പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ, ഇന്ന് ബുധനാഴ്ച നീതിമാനായ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്നലെ പറഞ്ഞു, കുറച്ച് തിന്മയുടെ വഴികൾ ഈ കാലഘട്ടത്തിൽ സാത്താൻ കടന്ന് വിളയാടുന്ന ഈ കാലഘട്ടം, ആ വിളയാടുന്ന കാലഘട്ടമാണ് കൊറോണ മുതൽ, വെള്ളപ്പൊക്കം മുതൽ കൊറോണയും എല്ലാം വന്ന് ആ സമയത്തെല്ലാം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തും അതെ, എന്നോട് അവിടെയൊക്കെ പ്രാർത്ഥന 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 എന്നാണ് സന്ദേശം തന്നുകൊണ്ടിരുന്നത്. കൊറോണയുടെ സമയത്തും അത് തന്നെ. എന്നോട് ഈശോ പറഞ്ഞു, ഒരു 101 കൊന്ത വെച്ച് എല്ലാവരുടെ ചെല്ലാനായിട്ട് വാട്സപ്പ് മെസ്സേജുകൾ ഇടാൻ പറഞ്ഞു. ഞാനത് ചെയ്തു. സ്നേഹമുള്ളവരെ, എവിടെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ, എവിടെയൊക്കെ ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ, അവിടെയെല്ലാം വിജയം കൊയ്യാറുണ്ട്. അത് യുദ്ധമായിരുന്നാലും എന്തായിരുന്നാലും അവിടെയൊക്കെ വിജയം കിട്ടണമെങ്കിൽ തമ്പുരാൻ വേണം. ഹല്ലേലൂയ. ഉയർന്നു പൊന്തിയ തിരമാലകളുടെ കാൽ കീഴിലാക്കി നടന്നുപോയവനാണ് കർത്താവ്. ഏശയ 56:2 പറയുന്നുണ്ട്. ഏശയ 9:6 പറയുന്നുണ്ട്, അവൻ സമാധാനത്തിൻ്റെ രാജാവാണ്. നമുക്കായി ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രനെ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. അവൻ വിസ്മയമായ ഉപദേഷ്ടാവ്, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്നവനെ വിളിക്കപ്പെടുന്നു. കണ്ടോ മക്കളെ? അപ്പം ദൈവത്തെ കൂടാതെ, എന്നെ കൂടാതെ നിങ്ങൾക്ക് ആർക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. പക്ഷെ ഇതാരും ചിന്തിക്കുന്നുണ്ടോ? ഇന്ന് ഒരു ജ്യൂസ് കടയിലേക്കോ, ഒരു കൂൾ ബാർ, അല്ലെ ജ്യൂസ് സെൻറ്റർ, അല്ലെ ഒരു ചായക്കട, ഇതിലേക്കാണോ ആളുകൾ കൂടുതൽ ഇന്ന് ചെല്ലുന്നത്? അതേ ബീവറേജിലേക്കാണോ? ബീവറേജിലേക്ക് എന്താ തിരക്ക്, എന്താ ആക്രാന്തി! ഹല്ലേലൂയ, ഹല്ലേലൂയ. സാത്താൻ്റെ ലോകം, പലതരത്തിലുള്ള പ്രവർത്തനം, ബ്ലാക്ക് മാസ് പോലെയും മന്ത്രവാദവും ചാത്തസേവ ഇങ്ങനെയുള്ള വേറൊരു തരത്തിലും. എന്നാൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ആളില്ല. അതൊരു പുച്ഛം പോലെ. അയ്യോ, ആരെങ്കിലും കണ്ടാൽ കളിയാക്കും, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കളിയാക്കും, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്ത് തോന്നും? പള്ളി പോവാനേ, ദൈവത്തെ ആരാധിക്കാനേ, ധ്യാനത്തിന് പോകാനേ. ഈ ചിന്താഗതി ആര് തരുന്നു? സാത്താൻ നല്ല രീതിയിൽ പണിതുകൊണ്ടിരിക്കുക. പിശാച് നല്ല രീതിയിൽ പണിതുകൊണ്ടിരിക്കുക. നമ്മളൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ് മക്കളെ. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. വരുവിൻ, നമുക്ക് രമ്യതപ്പെടാൻ പറഞ്ഞത് കർത്താവാണ്. നമുക്ക് നമ്മളെ ദൈവത്തെ സമർപ്പിക്കാം. എല്ലാം മാതാവിൻ്റെ ബിംബല ഹൃദയം വഴി നിങ്ങളുടെ 5 നിയോഗങ്ങളും നമ്മുടെ അവസ്ഥകളും എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് നമുക്ക് കരഞ്ഞ കണ്ണീരോട് നമ്മുടെ അവസ്ഥകൾ, ആത്മീയ വളർച്ചയ്ക്ക്, കാര്യസാധ്യത മാത്രം പോരാ മക്കളെ, ആത്മീയമായിട്ട് വളരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മീയമായിട്ട് വളരാനായിട്ടൊരു ആഗ്രഹം. നമ്മൾ വിശുദ്ധ ഞായറാഴ്ച മാത്രം പോകുന്നവരാണെങ്കിലും, അല്ലെങ്കിൽ എല്ലാ ദിവസം ഉള്ളവരാണെങ്കിലും, വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പാണോ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണോ നമുക്ക് ആനന്ദം ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ ആ കുർബാന കഴിഞ്ഞ് വന്ന ദിവസത്തിൽ എന്തെന്നില്ലാത്ത ആനന്ദങ്ങൾ, എന്തെന്നില്ലാത്ത സന്തോഷം ഉണ്ടാവാറില്ലേ? എന്തുകൊണ്ട്? മദ്യം കഴിക്കാൻ പോകുന്നവർ, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന അതുവരെ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും. ലോകം തരുന്ന സന്തോഷം കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. എന്നേക്കും എപ്പോഴും നിലനിൽക്കുന്നത് കർത്താവിൻ്റെ സ്നേഹം, അചഞ്ചലമായ സ്നേഹം മാത്രം. ഹല്ലേലൂയ. നമുക്ക് സ്തുതിക്കാം കേട്ടോ, കരഞ്ഞ് പ്രാർത്ഥിക്കാം കേട്ടോ. കർത്താവായ ഈശോയെ, എല്ലാവരും ആത്മീയമായിട്ട് വളരട്ടെ. ലോകത്തിലുള്ള സകല മക്കൾക്ക് പാവബോധം, പശ്ചാത്താപം ഉണ്ടാകട്ടെ, മാനസാന്തരം ഉണ്ടാകട്ടെ. ഇത് കേൾക്കുന്ന മക്കളുടെ കുടുംബം ആശ്രയിച്ച് അനുഗ്രഹിക്കണമേ. ഇവരുടെ 5 കാര്യങ്ങൾ നടത്തി കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഞങ്ങളുടെ വരാൻ പോകുന്ന ഓഗസ്റ്റ് 14 വ്യാഴാഴ്ച തുടങ്ങും താമസമുള്ള ധ്യാനം 9:30 മണിക്ക്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കണമേ കർത്താവെ. നിയോഗ പ്രാർത്ഥന ഏറ്റെടുത്ത് 5 നിയോഗങ്ങൾ ഏറ്റെടുത്ത് 5 കാര്യങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മീയ വളർച്ച കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി. ആരാധന ആലേലിയ. യേശുവേ നന്ദി കർത്താവെ. ആരാധന. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാകുന്നു. അങ്ങയുടെ ദൃത്യഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷിക്കണമേ. മക്കൾ ഇത് കേട്ട് കുറച്ചു നേരം സ്തുതിച്ച് പ്രാർത്ഥിക്കുക. മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക.
എന്നിട്ട് മൗനമായി ഇരിക്കുക. കർത്താവ് നിന്നെ തൊടുന്ന സമയമാണ്. ആത്മാർത്ഥതയോടെ, സ്നേഹത്തോടെയാണ്, താഴ്മയോടാണ്, ആർത്തിയോടെയാണ്, വിലകൊടുത്താണ് ബ്രദർ പ്രാർത്ഥിക്കുന്നത്. കർത്താവ് നിങ്ങളെ തൊടാതിരിക്കില്ല. കുറച്ച് നേരെ ശാന്തമായിട്ട് സ്തുതിച്ചുകൊണ്ട് ശാന്തമായിരിക്കുക. ഞാനിപ്പോൾ കാണുന്നത്, ഞാനത് പറഞ്ഞില്ലേ, പ്രാർത്ഥിച്ചില്ലേ, വില കൊടുത്താൽ പ്രാർത്ഥിക്കുന്നത്, ആർത്തിയോടെ പ്രാർത്ഥിക്കുന്നത്, അധികാരത്തിലെ പ്രാർത്ഥിക്കുന്നത് പറഞ്ഞില്ലേ. ഞാൻ കണ്ടത് നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന തിന്മയുടെ കൂടാരം, പൈശാചിക ബന്ധനത്തിൻ്റെ കുട്ടികടക്കല് ഈശോയെ മാതാവും ഔസപിതാവും വന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിർവീര്യമാക്കുന്നത് ഞാൻ ഇപ്പം കണ്ടു. അത് ഈ നിമിഷം കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തി പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തി പടരട്ടെ. കർത്താവിൻ്റെ സമാധാനം എപ്പോഴും ദൈവമക്കളുടെ മേല്, പ്രാർത്ഥിക്കുന്ന എൻ്റെ മേല്, ധ്യാനകേന്ദ്രത്തിൻ്റെ മേല്, കുടുംബത്തിൻ്റെ മേല്, എൻ്റെ ആവശ്യങ്ങളുടെ മേല്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേല് എപ്പോഴും നിത്യം വസിക്കട്ടെ. നിത്യപിതാവിന്റെ പരിശുദ്ധാത്മാവിനെ സ്തുതി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടെ ഇരിക്കട്ടെ മക്കളെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.